മരണം വരെ ഞങ്ങൾ ആർക്കും വേർപെടുത്താനാവില്ല. കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിനിടയിൽ ഒരു കുട്ടി പറഞ്ഞ സെൻറ്റൻസ് ആണ്. യഥാർത്ഥത്തിൽ സ്നേഹം എന്നേക്കുമായി നിലനിൽക്കാനുള്ളതാണോ? ടിൽ ഡെത്ത് ഡു അസ് പാർട്ട്. മരണം നമ്മെ വേർപിരിയുന്നത് വരെ എന്ന് കേട്ട് വളർന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്നേക്കുമായി അല്ലെങ്കിലോ? അതിന് പകരം അതൊരു യാത്രയാണ്. ഒരുമിച്ച് അനുഭവങ്ങളിലൂടെ വളരാനായിരുന്നുവെങ്കിൽ നമ്മളത് മനസ്സിലാക്കണ്ടേ? സൈക്കോളജി പറയുന്നത് എങ്ങനെയാണ്? സ്നേഹം എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് വളരുമ്പോൾ ആ വളർച്ച നിലയ്ക്കുന്ന നിമിഷം ചിലപ്പോൾ ബന്ധങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചില പരാജയങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ എപ്പോഴും ചില ബന്ധങ്ങളെ മുറുകെ പിടിക്കുന്നതിലല്ല നമ്മുടെ ബന്ധങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു വ്യക്തിയുടെ സത്യസന്ധതയും അല്ലെങ്കിൽ സാന്നിധ്യവും മനസ്സിലാക്കുന്നതിലാണ് നമുക്ക് ആ ബന്ധത്തിൻ്റെ വളർച്ചയിരിക്കുന്നത്. ബ്രേക്കപ്സും ഡിവോഴ്സസും ഒന്നും പരാജയങ്ങളല്ല. ദേ ആർ ദ ട്രാൻസിഷൻസ്. അതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലെ പരിവർത്തനങ്ങളാണ്. ഒരു അലൈൻ ദി ബോട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തത്വചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഓരോ വേർപിരിയലും അല്ലെങ്കിൽ ഓരോ വേർപാടും പ്രണയത്തിൻ്റെ അവസാനമല്ല, എന്നാൽ അടുത്ത തവണ നന്നായി സ്നേഹിക്കാനായിട്ടുള്ളൊരു അവസരം കൂടിയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം സ്വയം ചോദിക്കുക, ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത്? ലവ് ഇസ് ദ പർപ്പസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്റ്റേയിങ് ടുഗെദർ, ബട്ട് അബൌട്ട് ഗ്രോയിങ്, ലേണിംഗ് ആൻഡ് ബിക്കമിങ്.